ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. അഞ്ച് മീഡിയം സൈസ് സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് വഴറ്റിയെടുക്കാം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ച് ചേർക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഒരു വലിയ തക്കാളി കട്ട് ചെയ്ത് ചേർക്കാം. യോജിപ്പിക്കാം. വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇറച്ചി കഷ്ണം ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. തീ കുറച്ച് വെച്ച് ഇതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ വലിയ ജീരകപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, മസാലപ്പൊടി 1 ടീസ്പൂൺ. മസാലയെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ചേർക്കാം. നന്നായി ഇളക്കി മിക്സ് ചെയ്യാം. ഞാൻ ഇതിലേക്ക് 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടെ ചേർത്തിട്ടുണ്ട്, നിറത്തിന് വേണ്ടിയിട്ട് മാത്രം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുക്കർ അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ കൊടുക്കാം. പ്രഷർ പോയിട്ടുണ്ട്. കുക്കർ തുറന്ന് നോക്കാം. മല്ലിയില ഇട്ട് കൊടുക്കാം. അല്പം രമ്പയിലയും കൂടെ ഇടാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്.